ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പുറത്താക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ വ്യാഴാഴ്ച 350 റബ്ബികളുമായി തെരുവിൽ ഒത്തുചേരുകയുണ്ടായി. വ്യാഴാഴ്ച ന്യൂയോർക്ക് ടൈംസിൽ ജൂതജനത വംശീയ ഉന്മൂലനത്തോട് വിയോജിക്കുന്നുവെന്ന തലക്കെട്ടിൽ ഒരു പൂർണ്ണ പേജ് പരസ്യത്തിലൂടെയാണ് സംഘം ഈ ആഹ്വാനം പ്രധാനമായും നടത്തിയത്. ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പുറത്താക്കുക, അതിനെ ഒരു ബീച്ച് റിസോർട്ടാക്കി മാറ്റും, അവരെ തിരിച്ചു വരാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നിങ്ങനെ തുടങ്ങി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ട്രംപ് നടത്തിയ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ സുപ്രധാനമായ നീക്കം. ബഹുഭൂരിപക്ഷം ഡെമോക്രാറ്റുകളും സഖ്യകക്ഷി സർക്കാരുകളും അന്താരാഷ്ട്ര സംഘടനകളും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയുണ്ടായി. ചില അമേരിക്കൻ ഇസ്രയേലി ജൂതവർഗീയ നേതാക്കൾ ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ സ്പെക്ട്രത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ജൂത നേതാക്കൾ ഈ നിർദ്ദേശത്തിൽ ശരിക്കും അതൃപ്തരാണ്. അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ അവർ യഥാർത്ഥത്തിൽ നിർബന്ധിതരാകുന്നുവെന്നും ഇൻ ഔർ നെയിം ക്യാമ്പയിന്റെ ഡയറക്ടർ കോഡി എഡ്ജർലിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഗാസ അമേരിക്ക സ്വന്തമാക്കിയാൽ പാലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശം ഉണ്ടായിരിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഒരു അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ വിവാദ പരാമർശം. ഭാവിയിലേക്കുള്ള റിയൽ എസ്റ്റേറ്റ് വികസനമെന്നാണ് ഈ പദ്ധതിയെ ട്രംപ് പ്രധാനമായും വിശേഷിപ്പിച്ചത്. ഗാസ താൻ സ്വന്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഗാസയ്ക്ക് പുറത്ത് 6 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാലസ്തീൻ ജനതയ്ക്ക് താമസിക്കാനാകുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ ഈ പദ്ധതി അറബ് രാജ്യങ്ങൾ ശക്തമായി തള്ളി. ഗാസയിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിടം സൗകര്യം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. പാലസ്തീൻ ജനതയ്ക്ക് ഗാസയിലേക്ക് തിരിച്ചു വരാനാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയായിരുന്നു ട്രംപ് തന്റെ ഈ പരാമർശം നടത്തിയത്. പാലസ്തീൻ വംശജർക്ക് സ്ഥിരതാമസത്തിനായുള്ള സൗകര്യം ഒരുക്കണമെന്നും നിലവിൽ ഗാസ താമസയോഗ്യമല്ലെന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഗാസയുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി ട്രംപ് പ്രധാനമായും വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് പാലസ്തീൻ ജനത വിമർശനവുമായി എത്തിയതും. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ നിന്നും പാലസ്തീൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കണമെന്നും ഈജിപ്തും ജോർദാനും അവരെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിൽ 20 ലക്ഷത്തിലധികം വരുന്ന പാലസ്തീൻ വംശജർക്കായി മനോഹരമായ വാസസ്ഥലം ഒരുക്കുമെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. ഞങ്ങൾ സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുകയും ചെയ്യും. നിലവിൽ അവർ കഴിയുന്ന സ്ഥലത്തു നിന്നും അകലെയായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതിനിടയിൽ ഗാസ താൻ സ്വന്തമാക്കുമെന്നും ഭാവിയിലേക്കുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് വികസനമായി ഇതിനെ കാണണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു.